ഇന്ന് ലോക അർബുദ ദിനം. മാരകരോഗത്തെ ചെറുക്കാനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഒരു ഇടവേളയിൽ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഈ രോഗത്തെ മരുന്നുകൾക്കപ്പുറം മാനസിക ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ജീവിതത്തിലായാലും മരണത്തിലായാലും സങ്കടപ്പെടുന്ന മനുഷ്യന് നൽകാൻ എൻ്റെ കയ്യിൽ ഒരു ഔഷധം മാത്രമേ ഉള്ളൂ, ഫലിതം. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടനാഴിയിൽ നിന്ന് തിരിച്ചു വന്ന് തനിക്ക് നൽകാനുള്ളതും ക്യാൻസർ വാർഡിൽ നിന്നും കണ്ടെത്തിയ ഈ ചിരിത്തുണ്ടുകൾ മാത്രം. ക്യാൻസറിനുള്ള മരുന്നുകളിലൊന്ന് ചിരിയാണെന്ന് പറഞ്ഞ ഇന്നസെന്റിന്റെ വാക്കുകളാണിവ. ഇന്നസെന്റിനെ പോലെ ഇന്ന് ക്യാൻസറിനെ ഫലിതപൂർണമായി നോക്കിക്കാണുന്നവരാണ് ഏറെയും. ഈ ഒരു സമീപനം ചികിത്സയേക്കാൾ ഗുണം ചെയ്യുമെന്നതുമാണ് വസ്തുത. അർബുദ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക അർബുദ ദിനമായി ആചരിക്കുന്നത്. അർബുദത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി നീക്കങ്ങളാണ് ലോകമെമ്പാടും ആരോഗ്യ വിദഗ്ധർ നടത്തുന്നത്. 2000 പാരീസിലെ ന്യൂ മിലേനിയത്തിനായുള്ള ലോക ക്യാൻസർ കോൺഫറൻസിലാണ് ഈ ദിനാചരണം പ്രഖ്യാപിക്കപ്പെട്ടത്. പാരീസിൽ ഇത് ഇന്റർനാഷണൽ യൂണിയൻ എഗെയിൻസ്റ്റ് ക്യാൻസർ എന്ന സംഘടനയാണ് 2005 ലോക അർബുദ വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഈ മാരക രോഗത്തെ നേരിടാൻ മനോധൈര്യം അനിവാര്യമാണ്. സ്റ്റുവേർട്ട് സ്കോർട്ട് വരികൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ലോക അർബുദ ദിനത്തിലാണ്. വാക്കുകൾ ഇങ്ങനെയാണ്: അർബുദത്തോടുള്ള എൻ്റെ രീതിയാണ് വർക്കൗട്ട്. നിങ്ങൾ എൻ്റെ ശരീരത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്നെ എൻ്റെ മക്കളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളെക്കാൾ ശക്തനാണ്. ഞാൻ നിങ്ങളെക്കാൾ ശക്തമായി തിരിച്ചടിക്കും. മാനസികമായ പ്രതിരോധമാണ് അർബുദത്തെ ചെറുക്കുന്നത്. നമുക്ക് ബാഹ്യമായും ആന്തരികമായും ഉണ്ടാകുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളിൽ നാം ആകുലപ്പെടാതെ, അത് നമ്മെ ബാധിക്കാതെ സ്വന്തം ജീവിതത്തെ സാധാരണമായി കണ്ട് മുന്നോട്ട് പോകണമെന്നതാണ് അർബുദത്തെ ചെറുക്കാനുള്ള പോംവഴി. ന്യൂസ് ഡെസ്ക്, ജനം.